Divisional Accountant Officer, Important Question Discussion, Chapter 9, Part 5. മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് വേജസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലേബറുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പഠിച്ചത്. ഇപ്രാവശ്യം നമുക്ക് നോക്കേണ്ടത് വേജസ്. ഒരു ഓർഗനൈസേഷനിൽ നമ്മുടെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ വർക്കേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനെ പറയുന്ന പേരാണ് വേജ് എന്ന്. ഡിഫറെൻറ്റ് മെത്തേഡുണ്ട് അത് പേ ചെയ്യുന്നതിന്. അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 38. ദ റെമ്യൂണറേഷൻ പേയബിൾ ടു ദ ലേബർ ഈസ് കോൾഡ്. അപ്പോൾ ഒരു ലേബറിന് കൊടുക്കുന്ന റെമ്യൂണറേഷനെ നമ്മൾ വിളിക്കുന്നത് വേജസ് എന്നാണ്. അപ്പം വേജസ് ഈസ് കോൾഡ് ദ റെമ്യൂണറേഷൻ പേയബിൾ ടു ലേബർ. 39. വേജസ് ജനറലി ഇൻക്ലൂഡ്സ്. അപ്പോൾ ഒരു വേജസിനകത്ത് നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, എന്തൊക്കെയുണ്ട്? ഒന്ന്, മോണിറ്ററി ബെനഫിറ്റ്സ്. നമുക്ക് പണപരമായിട്ടുള്ള ബെനഫിറ്റ്സുകൾ മോണിറ്റർ ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് അളക്കാൻ പറ്റും. ഡിഫേർഡ് മോണിറ്ററി ബെനഫിറ്റ്സ്, അതിൽ നമുക്ക് ദീർഘകാലം നമുക്ക് ഇപ്പോൾ ഒരു മാസം സാലറി കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ചിലപ്പം സാലറിയുടെ PF ഒക്കെ കട്ടാം. PF എന്ന് പറയുന്നത് നമുക്ക് പെൻഷൻ സമയത്തൊക്കെ കിട്ടുന്ന ഫണ്ടുകളാണ്. അപ്പം ആ ലോങ് ടേമിലേക്കും നമുക്കൊന്ന് ബെനിഫിറ്റ് കിട്ടുന്നതിനെയാണ് ഡിഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫ്രഞ്ച് ബെനഫിറ്റ് ആണ്. ഫ്രഞ്ച് ബെനഫിറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ വേജ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഒരു പെർക്കായിട്ട് കൊടുക്കുന്നതാണ് എംപ്ലോയീസിന്. അവർ ഒരു കോമ്പൻസേഷനായിട്ട് കൊടുക്കുന്നതാണ്. റെഗുലർ സാലറിക്ക് പുറമെ അഡീഷണൽ വേജസ് ആയിട്ടൊക്കെ കൊടുക്കുന്നതിനെയാണ് ഈ ഫ്രഞ്ച് ബെനഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ എന്താണ്, ഒരു വേജസിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. മോണിറ്ററി ബെനഫിറ്റ്സ്, ഡിഫേർഡ് മോണിറ്ററി ബെനഫിറ്റ്സ്, ഫ്രഞ്ച് ബെനഫിറ്റ്സ് എന്നൊക്കെ പറയുന്നു. 40. മോണിറ്ററി ബെനഫിറ്റ്സ് ആർ വേജസ്, ഡാർക്ക്നെസ് അലവൻസ്, ഹൗസ് റെൻറ്റ് അലവൻസസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസസ്, ട്രാവലിംഗ് അലവൻസസ് എക്സെട്ര. അപ്പോൾ ഒരു മോണിറ്ററി ബെനഫിറ്റ്സിനകത്ത് നമുക്ക് എന്തൊക്കെ വരാം? ഒരു വേജസ് വരാം, അതിൻ്റെ ഒരു ഹൗസിന് കൊടുക്കുന്ന റെൻറ്റ് വരാം, സിറ്റി ഒരു മെട്രോ സിറ്റി ആണെങ്കിൽ അതിന് വേറൊരു ടൈപ്പ് അലവൻസ് ആണ്. അപ്പം സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് വരാം, ട്രാവലിംഗ് അലവൻസസ് ഒക്കെ വരാം. അപ്പം എന്ത് അലവൻസസ് ആയിട്ട് കിട്ടിയാലും അതെന്താ മോണിറ്ററി ബെനഫിറ്റ് തന്നെയാണ്. നെക്സ്റ്റ് 41. ഡിഫേർഡ് മോണിറ്ററി ബെനഫിറ്റ്സ്. Deferred monetary benefits are employers' contribution to provident fund, employers' contribution to employee state insurance, employers' contribution to retirement benefits. നമുക്കറിയാം ഇത് നമുക്ക് അറ്റ് എ ടൈം കിട്ടുന്ന ബെനിഫിറ്റ് അല്ല. ഇത് PF-ലോട്ടും ESA-യിലോട്ടും ഇൻഷുറൻസ് ബെനിഫിറ്റ്സിലോട്ടും ഒക്കെ പോകുന്ന ടൈപ്പ് ഓഫ് ബെനിഫിറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, അത് മോണിറ്ററി ആണ്. നമുക്ക് ഇപ്പോൾ അളക്കാൻ പറ്റില്ലെങ്കിലും നാളെ ഒരു സമയത്ത് നമുക്കത് മോണിറ്ററി ആയിട്ട് തന്നെ എടുക്കാം. സോ അതിനെയാണ് ഡിഫേർഡ് റവന്യൂ ബെനിഫിറ്റ്സുകളെന്ന് പറയുന്നത്. നെക്സ്റ്റ് 42. 42 എന്താണ്? ഫ്രഞ്ച് ബെനഫിറ്റ്സ്. ഫ്രഞ്ച് ബെനഫിറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് നോൺ മോണിറ്ററി ബെനഫിറ്റ്സ് ആണ്. ലൈക്ക് സബ്സിഡീസ്, ഫുഡ്സ്, മെഡിക്കൽസ്, എഡ്യൂക്കേഷൻ, റീക്രിയേഷണൽ ഫെസിലിറ്റീസ്, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻസ് എന്നൊക്കെ പറയുന്നത് ഫ്രഞ്ച് ബെനഫിറ്റ്സുകളാണ്. നമുക്ക് അഡീഷണൽ ഇപ്പോൾ കമ്പനി വക നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചുണ്ട്, അല്ലെങ്കിൽ കമ്പനി വക മെഡിസിൻ നമുക്ക് കിട്ടുന്നുണ്ട്, എഡ്യൂക്കേഷൻ, ചിൽഡ്രൻസിന് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ, ക്യാബ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ഫ്രഞ്ച് ബെനഫിറ്റ്സ് ആണ്. നോൺ മോണിറ്ററി ആണ്, നമുക്ക് പൈസപരമായിട്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. അതിനെയാണ് ഫ്രഞ്ച് ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 43. വേജസ് പെയ്ഡ് ടു ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്റ്റ് വർക്കേഴ്സ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ സ്കെയിൽ ഓഫ് പേ ആൻഡ് അതർ അലവൻസസ് അഡ്മിസബിൾ ആസ് പെർ ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ്. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വർക്കേഴ്സിന് കൊടുക്കുന്ന വേജിനെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് വർക്കേഴ്സും ഉണ്ടാവും. അപ്പോൾ അതിന് കൊടുക്കുന്ന വേജിനെ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. എന്ത് ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സെയിൽ ഓഫ് പേ വെച്ചിട്ടും അതർ അലവൻസസ് ഒക്കെ വെച്ചിട്ടുമാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആർക്കൊക്കെ ഉള്ളതാണ്? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് വർക്കേഴ്സിനുള്ളത്. നെക്സ്റ്റ് 44. ദ സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ് ഓർ മെത്തേഡ് ഓഫ് ലേബർ റെമ്യൂണറേഷൻ മേ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 2. അപ്പം നമുക്ക് ഒരു ഫേമിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനെ നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ടൈം റേറ്റും
പീസ് റേറ്റും. ഏതൊക്കെ റേറ്റാണ്? ടൈം റേറ്റ് ആൻഡ് പീസ് റേറ്റ്. ടൈം റേറ്റ് എങ്ങനെയാണ്? റെമ്യൂണറേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടൈം. എത്ര ടൈം അവിടെ വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിസിൽ റെമ്യൂണറേഷൻ കൊടുക്കുന്നതാണ് ടൈം ബേസ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പീസ് എന്താണ്? റെമ്യൂണറേഷൻ ഓൺ ദി ബേസിസ് ഓഫ് റിസൾട്ട്. എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, ഇപ്പോൾ ഇത്ര ടൺ നമ്മൾ അല്ലെങ്കിൽ ഇത്ര ലിറ്റർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര കിലോഗ്രാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ ബേസിസിൽ റെമ്യൂണറേഷൻ കൊടുക്കുന്നതാണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, റിസൾട്ടിൻ്റെ ബേസിസിൽ. മറ്റേത് ടൈമിൻ്റെ ബേസിസിൽ. നെക്സ്റ്റ് 45, ദ ഇമ്പോർട്ടൻ്റ് 6 മെത്തേഡ് ഓഫ് റെമ്യൂണറേഷൻസ് ആർ. അപ്പം നമ്മളിവിടെ പഠിക്കുന്നത് തന്നെ മെത്തേഡ് ഓഫ് എന്താണ്? പേയ്മെൻറ്റ് ഓഫ് വേജസ് ആണ്. സോ അവിടെ 6 മെത്തേഡ് ഓഫ് റെമ്യൂണറേഷൻ പേയ്മെൻറ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ എന്താണ്? ടൈം റേറ്റ് സിസ്റ്റം. ടൈം റേറ്റ് സിസ്റ്റത്തിനകത്താണ്, ടൈം റേറ്റ് സിസ്റ്റത്തിൽ തന്നെ ഏകദേശം 3 വരുന്നുണ്ട്. ടൈം റേറ്റ് സിസ്റ്റത്തിലെ ഫസ്റ്റ് വൺ അറ്റ് ഓർഡിനറി ലെവൽ, ബി എന്താണ്? എ ഓർഡിനറി ലെവൽ, ബി ഹൈ ടൈം റേറ്റ് അറ്റ് ഹൈ എഫിഷ്യൻസി ലെവൽ, സി എന്താണ്? ഡിഫറൻഷിയേറ്റ് ടൈം റേറ്റ്. അപ്പം ടൈം റേറ്റ് സിസ്റ്റം നമ്മൾ പഠിച്ചു. റെമ്യൂണറേഷൻ എന്തിൻ്റെ ബേസിസിൽ കൊടുക്കുന്നു? ടൈമിൻ്റെ ബേസിസിൽ കൊടുക്കുന്നു. അതിൽ തന്നെ ഓർഡിനറി ലെവലുണ്ട്, ഹയർ ടൈം റേറ്റ് ആൻഡ് ഹയർ എഫിഷ്യൻസി ലെവലുണ്ട്, ഡിഫറൻഷിയേറ്റ് ടൈം റേറ്റും ഉണ്ട്. നെക്സ്റ്റ് എന്താ? പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്, പീസ് റേറ്റ് വിത്ത് ഗ്രാജുവേറ്റഡ് ടൈം റേറ്റും ഉണ്ട്, ഡിഫറൻഷ്യൽ എന്താ? പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പം നമുക്ക് മെയിനായിട്ട് ഇതിൽ നോക്കേണ്ടത് പീസ് റേറ്റ് നമുക്ക് അറിയാം, റിസൾട്ടിൻ്റെ ബേസിസിൽ റെമ്യൂണറേഷൻ കൊടുക്കുന്നതാണ്. അതിൽ സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം, പീസ് റേറ്റ് വിത്ത് ഗ്രാജുവേറ്റഡ് ടൈം റേറ്റ്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പീസ് റേറ്റ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഈ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് 3 മെത്തേഡ്സ് വേറെ ഉണ്ട്. ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, മാർക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഗാൻസ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. ഇപ്പം ഗാൻ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ, മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അപ്പോൾ ഇതെല്ലാം ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിനെ പിന്നെയും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ടെയ്ലേഴ്സ്, മാർക്സ്, ഗാൻസ് ടാസ്ക് അഥവാ ബോണസ് പ്ലാൻ. ഗാൻസ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ ഏതാണ്? ഇപ്പോൾ 2 നമ്മൾ പഠിച്ചു, ടൈം റേറ്റ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റവും. മൂന്നാമത്തെ ഏതാണ്? പ്രീമിയം ബോണസ് സിസ്റ്റം. എന്താണ്? പ്രീമിയം ബോണസ് സിസ്റ്റം. എന്താണ് അതിൽ വരുന്നത്? പ്രീമിയം ബോണസ് സിസ്റ്റത്തിനകത്ത് അതിലും 3 വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഹസ്ലി പ്രീമിയം പ്ലാൻ. നെക്സ്റ്റ് ബി എന്താണ്? ബി ഹസ്ലി വെയർ പ്രീമിയം പ്ലാൻ, റൊവാൻ പ്ലാൻ. അപ്പോൾ ഇത്രയും പ്ലാനുകളാണ് പ്രീമിയം ബോണസ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. നെക്സ്റ്റ് 4 ഗ്രൂപ്പ് ബോണസ് സിസ്റ്റം, 5 കോ പാർട്ട്ണർഷിപ്പ് സിസ്റ്റം, 7 പ്രോഫിറ്റ് ഷെയറിംഗ് സ്കീം, 6 പ്രോഫിറ്റ് ഷെയറിംഗ് സ്കീം. 7 എന്താണ്? നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ്. അതായത് നമ്മുടെ ബെനഫിറ്റ്സുകൾ നമ്മൾ പറഞ്ഞില്ലേ, ബെനഫിറ്റ്സ് നമ്മൾ കുറേ ക്യാബ് ഫെസിലിറ്റീസും എഡ്യൂക്കേഷൻസൊക്കെ കൊടുക്കുന്നെന്ന് പറഞ്ഞ ബെനഫിറ്റ്സ്, അതിനെയാണ് ഫ്രഞ്ച് ബെനഫിറ്റ്സ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ അതും ഇതിനകത്ത് വരുന്ന തന്നെയാണ്. അപ്പോൾ 7 അവിടെയായി. അപ്പം ഏതൊക്കെയാണ് അതിൻ്റെ ഹെഡിങ് മാത്രം ജസ്റ്റ് നോക്കി വയ്ക്കുക. ടൈം റേറ്റ് സിസ്റ്റം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് 6 മെത്തേഡ് ഓഫ് റെമ്യൂണറേഷൻസ് ആണ്. ഏതൊക്കെയാണ് അതിനകത്തുള്ളത്? ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ടൈം റേറ്റ് സിസ്റ്റം ഉണ്ട്, പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്, പ്രീമിയം ബോണസ് സിസ്റ്റം ഉണ്ട്, ഗ്രൂപ്പ് ബോണസ് സിസ്റ്റം ഉണ്ട്, കോ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, പ്രോഫിറ്റ് ഷെയറിംഗ് സ്കീമുണ്ട്, നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ഇത്രയും മെത്തേഡ്സ് ആണ്. ഏകദേശം 6 മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബെനഫിറ്റ്സുകളാണ് ഇത്രയും സിസ്റ്റം ഓഫ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് റെമ്യൂണറേഷൻസ് ആണുള്ളത്. ടൈം റേറ്റ് സിസ്റ്റം, പീസ് റേറ്റ് സിസ്റ്റമാണ് ഇതിൽ മിക്കപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ടൈമിൻ്റെ ബേസിസിലും, പീസ് റേറ്റ് എന്ന് പറയുന്ന ഓൺ ദ റിസൾട്ടിൻ്റെ ബേസിസിലുമാണ് നമ്മൾ വേജസ് ഫിക്സ് ചെയ്യുന്നത് വർക്കേഴ്സിന്. നെക്സ്റ്റ് 46, വാട്ട് യു മീൻ ബൈ ടൈം റേറ്റ് സിസ്റ്റം.
എന്താണ് ടൈം റേറ്റ് സിസ്റ്റം? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ് അണ്ടർ വിച്ച് വർക്കേഴ്സ് ആർ പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സ്പെൻഡ് ഓൺ ജോബ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. അപ്പം എന്താണ് ടൈം റേറ്റ് സിസ്റ്റം? ടൈം റേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ വേജസ് പേ ചെയ്യുന്നത് വർക്കേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ജോബ് തീർക്കാൻ വേണ്ടി അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൻ്റെ ബേസിസിലാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് വോളിയത്തിൻ്റെ ബേസിസിലല്ല, അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ബേസിസിലല്ല. അവിടെ ആ ജോബ് തീർക്കാൻ വേണ്ടി അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൻ്റെ ബേസിസിലാണ് നമ്മൾ ടൈം റേറ്റ് സിസ്റ്റത്തിൽ വേജ് ഫിക്സ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ആ വർക്കർ അവിടെ എത്രത്തോളം വോളിയം പ്രൊഡ്യൂസ് ചെയ്ത് എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തതെന്നൊന്നും നോക്കുന്നില്ല. അവിടെ സ്പെൻഡ് ചെയ്ത ടൈം, ആ ജോബിന് വേണ്ടി അവിടെ സ്പെൻഡ് ചെയ്ത ടൈം മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് വേജ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം 47 ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് വേജസ് ഓൺ ടൈം റേറ്റ് സിസ്റ്റം. ടൈം റേറ്റ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് വേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ ഒരു ഇക്വേഷനുണ്ട്. വേജസ് ഈസ് ഈക്വൽ ടു ടൈം വർക്ക്ഡ് ഇൻറ്റു റേറ്റ് ഓഫ് വേജ്. എത്ര സമയം അവിടെ വർക്ക് ചെയ്തു അതിനെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഓഫ് വേജ് വെച്ച് നമ്മൾ ഇൻറ്റു ചെയ്യും. അപ്പം ടൈം ഇൻറ്റു റേറ്റ് ഓഫ് വേജ് ആണ് എന്തെന്ന് പറയുന്നത് ടൈം റേറ്റ് സിസ്റ്റത്തിലെ വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടൈം വർക്ക്ഡ് ഇൻറ്റു റേറ്റ് ഓഫ് വേജ്. ഇക്വേഷൻ മറന്നു പോരുത്, ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാം. കാൽക്കുലേറ്റിങ്ങിൽ കാൽക്കുലേറ്റ് വേജ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം റേറ്റ് സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ വേജസ് ഈസ് ഈക്വൽ ടു ടൈം വർക്ക്ഡ്, ഒരു എംപ്ലോയി അവിടെ വർക്ക് ചെയ്ത ടൈം ഇൻറ്റു റേറ്റ് ഓഫ് വേജ്. നെക്സ്റ്റ് 48 ദ ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവൽ. ഓർഡിനറി ലെവലിൽ എങ്ങനെയാണ്? വർക്കർ ഈസ് പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സ്പെൻഡ് ബൈ ഹിം. ഓർഡിനറി ആണെങ്കിൽ വേജസ് ഈസ് ഈക്വൽ ടു അവർ വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ. അപ്പം നമ്മളവിടെ ഓർഡിനറി ലെവലിൽ ഓരോ മണിക്കൂറാണ്, എത്ര അവർ അവിടെ വർക്ക് ചെയ്തു ഇൻറ്റു പെർ റേറ്റ് അവർ വെച്ചിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ളതിനെ പെർ അവർ വെച്ചിട്ട് റേറ്റ് ഓഫ് പെർ അവർ വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം. നെക്സ്റ്റ് 49 ഹയർ ടൈം റേറ്റ് അറ്റ് ഹയർ എഫിഷ്യൻസി ലെവൽ. അതെന്താണ്? ഇൻ ദിസ് സിസ്റ്റം മോർ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ആർ പെയ്ഡ് അറ്റ് ദ ഹൈ റേറ്റ് ദാൻ ദാറ്റ് ദ ഓർഡിനറി വർക്കേഴ്സ്. For these two rates are fixed, one for the higher efficiency level and one for the lower efficiency level. അപ്പോൾ അവിടെ എങ്ങനെയാണ്? ഹയർ ടൈം റേറ്റ് അറ്റ് ഹയർ എഫിഷ്യൻസി ലെവൽ. ഒരു ഓർഗനൈസേഷനിൽ തന്നെ 2 ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ടാവും. ഹയർ എഫിഷ്യൻസി ഉള്ള എംപ്ലോയീസും ഉണ്ടാവും, ലോവർ എഫിഷ്യൻസി ഉള്ള എംപ്ലോയീസും ഉണ്ടാവും. പക്ഷേ അവർ വർക്ക് ചെയ്യുന്ന ടൈം എന്തായിരിക്കും? സെയിം ആയിരിക്കും. 10 മണി മുതൽ 5 മണി വരെ വർക്കിംഗ് ടൈം ഉണ്ടെങ്കിൽ അതിൽ എഫക്റ്റീവായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് എഫക്റ്റീവായിട്ടുള്ള വേജ് കൊടുക്കുകയും ലോവറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഓർഡിനറി വർക്കേഴ്സിന് അവർ ഓർഡിനറി വേജ് കൊടുക്കുകയും ചെയ്യുന്ന സിസ്റ്റമുണ്ട്. അതിനെയാണ് ഹയർ ടൈം റേറ്റ് ആൻഡ് ഹയർ എഫിഷ്യൻസി ലെവൽ എന്ന് പറയുന്നത്. 50 ഇഫ് എനി വർക്കർ കനോട്ട് അറ്റൈൻ ദ ലെവൽ ഓഫ് എഫിഷ്യൻസി ഹി ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ സ്കീം ആൻഡ് ഈസ് പെയ്ഡ് ഓൺ ദ ഓർഡിനറി റേറ്റ്. അപ്പം എന്താണ്? ഒരു വർക്കർ ആ ഒരു എഫിഷ്യൻസി ലെവൽ അറ്റൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യും. ആ വർക്കറിനെ അവിടെ നിന്ന് എടുത്തു കളഞ്ഞിട്ട് അയാളെ ഏതിലോട്ട് ചേർക്കും? ഓർഡിനറി ടൈം റേറ്റിലോട്ട് അയാളെ ചേർക്കും. ആ ഒരു സ്കീമിൽ നിന്ന് കളയും. ഏത് സ്കീമിൽ നിന്ന്? ഹയർ ലെവൽ എഫിഷ്യൻസി സ്കീമിൽ നിന്ന് കളഞ്ഞിട്ട് അയാൾക്ക് എന്ത് കൊടുക്കും? പെയ്ഡ് ഓൺ ഓർഡിനറി ടൈം റേറ്റ് സിസ്റ്റം. ഓർഡിനറി ടൈം റേറ്റ് സിസ്റ്റം പ്രകാരം വേജസ് കൊടുക്കും. നെക്സ്റ്റ് 51 ഡിഫറൻഷ്യൽ റേറ്റ് സിസ്റ്റം. എന്താണ് ഡിഫറൻഷ്യൽ റേറ്റ് സിസ്റ്റം? ഡിഫറൻറ്റ് ടൈം റേറ്റ് ആർ ഫിക്സ്ഡ് ഫോർ ഡിഫറൻറ്റ് ലെവൽ ഓഫ് എഫിഷ്യൻസി. എ പെർസെൻറ്റേജ് ഓഫ് നോമിനൽ എഫിഷ്യൻസി ഈസ് ഫിക്സഡ് അപ് ടു വിച്ച് ദ വർക്കർ ഗെറ്റ് നോർമൽ ടൈം റേറ്റ് ആൻഡ് ആസ് ഹി ക്രോസസ് ദ പെർസെൻറ്റേജ് ദ ടൈം റേറ്റ് വിൽ ഇൻക്രീസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ ഡിഫറൻഷ്യൽ ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ടൈം, ഓരോ ടൈം വ്യത്യാസത്തനുസരിച്ച് അവരുടെ എഫിഷ്യൻസിയിൽ എന്തുണ്ടാവും? വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിയിൽ എന്താണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു നോമിനൽ എഫിഷ്യൻസിയിൽ ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അപ്പം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ റേറ്റ് തന്നെ ആയിരിക്കും ലോവർ എഫിഷ്യൻസിയിലുള്ള ആൾക്ക് കിട്ടുന്നത്. അപ്പം ആ ഒരു ഡിഫറൻസിനെയാണ് ഇപ്പോൾ ലോ എഫിഷ്യൻസി ഉള്ള ആൾക്കും ഹയർ എഫിഷ്യൻസി ഉള്ള ആൾക്കും ഒരു ഫിക്സഡ് റേറ്റാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു ഡിഫറൻസിനെ പറയുന്നതാണ് ഡിഫറൻഷ്യൽ ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്.
നെക്സ്റ്റ് 52, വാട്ട് ഈസ് പീസ് റേറ്റ് സിസ്റ്റം ഓർ പേയ്മെൻറ്റ് ബൈ റിസൾട്ട്. എന്താണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് മെത്തേഡ് നോക്കിയത്, രണ്ടും ടൈം റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് പീസ് റേറ്റ് സിസ്റ്റം അഥവാ പേയ്മെൻറ്റ് ബൈ റിസൾട്ട് എന്താണെന്നാണ് നോക്കേണ്ടത്. സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ് അണ്ടർ വിച്ച് ദ വേജസ് ആർ പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് വോളിയം ഓഫ് ഔട്ട്പുട്ട് റിഗാർഡ്ലെസ് ഓഫ് ടൈം ടേക്കൺ ബൈ ദ വർക്കർ. അപ്പോൾ നമ്മൾ പറഞ്ഞു റിസൾട്ടിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ വോളിയം ഓഫ് ഔട്ട്പുട്ടിൻ്റെ ബേസിസിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്തിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട്? ടൈമിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട്, വർക്കർ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് വോളിയം ഓഫ് ഔട്ട്പുട്ട് എടുത്തുകൊണ്ട് വേജ് പേ ചെയ്യുന്ന മെത്തേഡിനെയാണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. 53, അണ്ടർ ദ പീസ് റേറ്റ് സിസ്റ്റം ദ വർക്കർ റെമ്യൂണറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഓർ വോളിയം ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ ഒരു വർക്കർ പീസ് റേറ്റ് സിസ്റ്റത്തിൽ അവർക്ക് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വോളിയം ഓഫ് ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. 54, ദ വേജ് പേയബിൾ ഓൺ പീസ് റേറ്റ് സിസ്റ്റം ഈസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ നമ്മൾ ആദ്യം ടൈം റേറ്റ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേജിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ടൈം വർക്ക്ഡ് ഇൻറ്റു റേറ്റ് ഓഫ് വേജ് ആണ്. ഇവിടെ നമുക്ക് നോക്കാം വേജ് പേയ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് പീസ് റേറ്റ്. പീസ് റേറ്റിൽ എങ്ങനെയാണ്? വേജസ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് വേജ് പെർ യൂണിറ്റ്. പെർ യൂണിറ്റിലാണല്ലോ വേജ്, റേറ്റ് ഓഫ് വേജ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. എല്ലാ യൂണിറ്റിലാണ്, കാരണം അവിടെ റിസൾട്ടിൻ്റെ ബേസിസിലാണ്, മറ്റടുത്ത് ടൈമിൻ്റെ ബേസിസിലാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ വേജസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് വേജ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. വേജസ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് വേജ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് വേജ് പ്രൊഡ്യൂസ്ഡ്, നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് വേജ് ആണ്. അതൊരു 6 നമുക്കുണ്ട് എന്നറിയാം. അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടൈം റേറ്റ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റവും. ടൈം റേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ആ വർക്കർ അവിടെ സ്പെൻഡ് ചെയ്ത ടൈമിൻ്റെ ബേസിസിലാണ് വേജ് കൊടുക്കുന്നത്. സോ ഇക്വേഷൻ എന്ത് വരും? ഇക്വേഷൻ വേജസ് ഈസ് ഈക്വൽ ടു ടൈം വർക്ക്ഡ് ഇൻറ്റു റേറ്റ് ഓഫ് വേജ് വരും. പീസ് റേറ്റിൽ അവരുടെ റിസൾട്ട് വോളിയം ഓഫ് ഔട്ട്പുട്ടിൻ്റെ ബേസിസിലാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? വേജസ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് വേജ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. താങ്ക് യു.